ഏതായാലും ഇവിടെ ഇദവുൽ ഖുർബ എന്നതിൻ്റെ ആ ഒരു പ്രത്യേകത വിഷയം മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ അനുബന്ധമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒപ്പം വിശുദ്ധ ഖുർആനിൽ ഇദവുൽ ഖുർബ എന്നത് നബി കുടുംബത്തിന് പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ വചനത്തിലല്ല, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ദാനം നൽകുന്നവൻ്റെ അടുത്ത ബന്ധുക്കളാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഇദവുൽ ഖുർബ എന്നത് പ്രയോഗിച്ചത് അതിൽപ്പെട്ട വചനമാണ് വഅലമു അന്നമാ ഗനിംതും മിൻ ശൈഇൻ ഫഇന്ന ലില്ലാഹി ഖുമുസ വലിർറസൂലി വലിദിൽ ഖുർബ വലിയതാമ എന്ന് തുടങ്ങുന്ന വചനത്തിലുള്ള ദിൽ ഖുർബ. അവിടെ ഉദ്ദേശം നബി കുടുംബമാണ്. നബി കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനു ഹാഷിമും ബനുൽ മുത്തലിബും. അവർ ബനു ഹാഷിം, പിന്നെ ബനുൽ മുത്തലിബ്. ഹാഷിമിൻ്റെ മക്കൾ, അതേപോലെ മുത്തലിബിൻ്റെ മക്കൾ, അവർക്ക് ദവുൽ ഖുർബ എന്ന് പറയും. എൻ്റെ ഈ ബനു ഹാഷിം ബനുൽ മുത്തലിബ്, ബനു ഹാഷിം അവരാണ് ബനു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ. ബനുൽ മുത്തലിബ് വേറെ, ബനു അബ്ദുൽ മുത്തലിബ് വേറെ. അബ്ദുൽ മുത്തലിബ് ഹാഷിമിൻ്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. ഇവർ രണ്ടു കൂട്ടരും ഇവർ ദവുൽ ഖുർബയാണ് വിശുദ്ധ ഖുർആനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ. സക്കാത്ത്, സദഖ അനുവദനീയം അല്ലാത്തവർ. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിലാണ് അബ്ബാസ്, അബ്ബാസിൻ്റെ സന്തതികൾ, അതേപോലെ ജാഫർ, ജാഫറിൻ്റെ സന്തതികൾ. കാരണം അബൂ താലിബിൻ്റെ മക്കളല്ലേ അലി, അഖീൽ, ജാഫർ. അപ്പോൾ അലി ആരുടെ സന്തതികൾ, അതേപോലെ അഖീലിൻ്റെ സന്തതികൾ, പിന്നെ ഇങ്ങനെ ഹംസ, ഇവരൊക്കെ അവരൊക്കെ ബനു അബ്ദുൽ മുത്തലിബാണ്. അവർ ബനു ഹാഷിമാണ്. ഈ ബനു ഹാഷിം ബനുൽ മുത്തലിബ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നബി കുടുംബമായി പരിഗണിച്ചവരാണ്. ഇവിടെ രണ്ട് പേരുകൾ കൂടിയുണ്ട്. അതൊന്ന് അബ്ദുഷംസ്, പിന്നെ നൗഫൽ. അബ്ദുഷംസിൻ്റെ മക്കൾ ബനു അബ്ദിഷംസ്, പിന്നെ നൗഫലിൻ്റെ മക്കൾ ബനു നൗഫൽ. ഈ ഹാഷിമും മുത്തലിബും അബ്ദുഷംസും നൗഫലും ഇവരൊക്കെ ഈ 4 പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വലിയാപ്പ അബ്ദു മനാഫിൻ്റെ മക്കളാണ്. അബ്ദു മനാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളാൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിൻ്റെ ഉപ്പ ഹാഷിം, ഹാഷിമിൻ്റെ വാപ്പ അബ്ദു മനാഫ്. അബ്ദു മനാഫിന് 4 മക്കളാണ്: ഹാഷിം, അൽ മുത്തലിബ്, അബ്ദുഷംസ്, നൗഫൽ. ഈ അബ്ദുഷംസ് ഇവരുടെ സന്താന പരമ്പരയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരിക. ബനു ഉമയ്യ കുടുംബം, അമ്മവികൾ. ബനു നൗഫൽ, നൗഫലിൻ്റെ കുടുംബത്തിലാണ് ആര് വരിക? ഈ ജുബൈർ ഇബ്നു മുത്തഇം ഒക്കെ വരിക. സഹാബി വര്യൻ ജുബൈർ ഇബ്നു മുത്തഇം. അദ്ദേഹം ജുബൈർ ഇബ്നു മുത്തഇം അൻ നൗഫലിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അൽ അമവി അൽ അബ്ശമിയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നബി കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം അൽ മുത്തലിബിയാണ്. അൽ മുത്തലിബി, ബനുൽ മുത്തലിബിൽപ്പെട്ടതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചില സ്വത്തുക്കൾ ഓഹരി വെച്ച്, യുദ്ധാർജിത സ്വത്തുക്കൾ ഓഹരി വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമിനും ബനുൽ മുത്തലിബിനും നൽകി. ബനു ഹാഷിമിനും നൽകി, ബനു മുത്തലിബിനും നൽകി. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു, അതേപോലെ ജുബൈർ ഇബ്നുൽ മുത്തഇമും വന്നു. എന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, തിരുദൂതരെ, അഅതൈത ബനി ഹാഷിം വ ബനിൽ മുത്തലിബ്, താങ്കൾ ബനു ഹാഷിമിന് നൽകി, ബനുൽ മുത്തലിബിനും നൽകി. വതറക്തന, ഞങ്ങൾക്ക് താങ്കൾ നൽകിയില്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുഷംസിൻ്റെ മക്കൾക്കും നൗഫലിൻ്റെ മക്കൾക്കും നൽകിയില്ല. വ ഇന്നമാ നഹ്നു വഹും മിൻക ബിമൻസിലത്തി വാഹിദ. ബനു ഹാഷിം ബനു മുത്തലിബും പിന്നെ ബനു അബ്ദുഷംസും ബനു നൗഫലും ഞങ്ങൾ ഒരേ മൻസിലത്തിൽപ്പെട്ടവരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നഹും ലം യുഫാരിഖൂനി ഫി ജാഹിലിയത്തിൻ വലാ ഇസ്ലാം. ഇവർ ബനു ഹാഷിമും ബനുൽ മുത്തലിബും എന്നെ ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിലും കയ്യൊഴിക്കാത്തവരാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്താ അതിൻ്റെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പീഡിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നുബൂവത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള ആ 3 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അൽ മുഖാത്തഅത്തുൽ ആമ്മ, പൊതു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നല്ലോ, ഊരുവിലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി കുടുംബവും അതേപോലെ മുസ്ലിമീങ്ങളും ഷഅബു ബനി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലായിരുന്നു പാർത്തിയിരുന്നത്. ഈ കാലഘട്ടത്തിൽ വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബനു ഹാഷിമിലെ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും, അതേപോലെ ബനുൽ മുത്തലിബിലെ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരും ഒരുപോലെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഷഅബു ബനി താലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഇവരും ഉപരോധിക്കപ്പെട്ടിട്ടുണ്ട്, ഊരുവിലക്കിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ വിട്ടുപോയില്ല. എന്നാൽ ബനു അബ്ദി ഷംസും ബനു നൗഫലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്തരം സന്ദർഭങ്ങളിൽ സഹായിക്കുകയോ ഒപ്പം നിൽക്കുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യണത്, ബനു അബ്ദി ഷംസും ബനു നൗഫലും ഈ പരിഗണനയിൽ അവരെ ഉൾപ്പെടുത്താതിരുന്നത്. ഏതായാലും അവിടെ വിശുദ്ധ ഖുർആനിൽ ദവുൽ ഖുർബ എന്ന് പറഞ്ഞതിൽ നബി കുടുംബം ഉദ്ദേശമാണ്. ആ നബി കുടുംബം എന്ന് പറഞ്ഞാൽ ആര്? അത് ബനു ഹാഷിമും ബനുൽ മുത്തലിബും. അതൊരു വിശാലമായ ഭാഗമാണ്. കുടുംബ ശൃംഖല നോക്കുമ്പോൾ അതൊരു വലിയ മേഖലയാണ്. ഏതായാലും ഞാനിവിടെ ഇത് പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ ഈ ദവിൽ ഖുർബ എന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ ഉദ്ദേശം സദഖ നൽകുന്നവൻ്റെ അടുത്ത ബന്ധുക്കളാണ്, അവരാരും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ദവിൽ ഖുർബ എന്ന പ്രയോഗത്തിന് മറ്റൊരു ഉദ്ദേശം കൂടി വിശുദ്ധ ഖുർആനിലുണ്ട്. അത് മറ്റു ചില വചനങ്ങളിൽ ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, അതിൽ ബനു ഹാഷിമും ബനുൽ മുത്തലിബുമാണ് എന്നുള്ളതാണ്. അത് സന്ദർഭോചിതം ഞാനൊന്ന് ഉണർത്തി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആയത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരാം ബിഇദ്നില്ല. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ. ഈ വൽ യതാമ എന്നുള്ള വചനമാണ്. എന്താണ് വൽ യതാമ? യഥാർത്ഥ ബിർ, പുണ്യാളൻ, അല്ലെങ്കിൽ വലാകിന്നൽ ബിർറ മൻ ആമന എന്ന് പറഞ്ഞല്ലേ, വിശ്വസിച്ചവൻ്റെ ഈമാൻ ഉൾക്കൊണ്ടവൻ്റെ ബിറാണ് എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് പറഞ്ഞതാണ് വആതൽ മാല അലാ ഹുബ്ബിഹി, അവൻ സ്വത്തിനോട് ഇഷ്ടവും പൂതിയും ഉണ്ടായിട്ടും അത് നൽകും ദവിൽ ഖുർബക്ക്, വലിയ യതാമ, യതീമുകൾക്കും. അതാണ് അതിൻ്റെ ഉദ്ദേശം.